ഇന്നൊരു മീൻ കിട്ടി. അപ്പം നമുക്ക് കിടുക്കാഴ്ചയായിട്ടൊരു മീൻ ഫ്രൈ ഉണ്ടാക്കിയല്ല. അടിപൊളി ഫ്രൈ. മീൻ പൊരിക്കുന്നതിന് മുമ്പ് എണ്ണ ചൂടാമതാ ഇതേ കണക്ക് കറിവേപ്പില തണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് മീനിടണം. മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് സെറ്റ് ചെയ്തു വാലിലൊക്കെ മസാല അങ്ങോട്ട് തേച്ച് പിടിക്കും. കറിവേപ്പില കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒടിച്ചിട്ട് ഇങ്ങനെ വെക്കും. വേറൊന്നുമില്ല, ഭംഗിക്ക് വേണ്ടി. പിന്നെ കരിമീനല്ല, സിലോപ്പിയാണ്. പിന്നെ നമ്മൾ പറയുമ്പോൾ ഒരു കുമ്മിന് വേണ്ടി ഇങ്ങനെ കരിമീൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിന്റെ മസാല കൂട്ടെന്ന് പറയുന്നത് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, എന്നിട്ട് കുരുമുളക് പെപ്പർ, എന്നിട്ട് ഇച്ചിരി നാരങ്ങ ചാറിൽ ഇങ്ങോട്ട് മെഴുകി തേച്ച് പിടിപ്പിക്കണം. ഒരു 1.5 മണിക്കൂർ പിടിപ്പിച്ചിട്ട് ഇതുപോലെ എടുത്ത് ചെറിയ വെളിച്ചെണ്ണയിൽ കുറച്ച്, ഒരുപാട് എണ്ണ ഒഴിക്കൽ, കുറച്ച് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണം. ഇത് കുറച്ച് വലുതായതുകൊണ്ട് ഇതൊക്കെ മുറിച്ചാണ് ഇട്ടിരിക്കുന്നത്. പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരാളൂടെ ഉണ്ട് അപ്പുറത്തോട്ട് പോയിരിക്കുന്നു. നമ്മൾ തല വെച്ചിട്ടാണ് ചെയ്യുന്നത്. തലയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ നാളെ ഏതെങ്കിലും ഷാപ്പിലൊക്കെ ജോലി കിട്ടും കേട്ടോ. ഇത് കൊള്ളാറുണ്ട്. പക്ഷെ ഇത് കണ്ടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടിക്കല്ലേ. ഇതിന്റെ സൈഡ് ചിറക് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ചെതമ്പൽ എളുപ്പം കളയാൻ പറ്റും. പക്ഷെ ഇതിന്റെ സൈഡിലെ മുള്ളു കത്രിക വെച്ച് കണ്ടിച്ചിട്ട് പോലും അത് പോണില്ല. ഞാനും അഞ്ജലിയും കുറെ കഷ്ടപ്പെട്ട്. അപ്പൊ ഇവര് കഷ്ടപ്പാടിന്റെ ഒരു ഫലമാണ് ഇത് കട്ട് ചെയ്ത ഒരാളൂടെ ഉണ്ട്. അപ്പം രണ്ടുപേരുടെ കൈയൊക്കെ പോയിരിക്കുകയാണല്ലേ. അടുത്തത് പൊരിക്കാൻ വാഴയിലയിലൊക്കെ ഒരു വെറൈറ്റി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അടച്ചോ വാഴയില. പക്ഷെ നേരത്തെ നമുക്ക് വലിയ മീൻ എടുത്തപ്പോ എന്താ ഈ പരിവായി ഗൈസ്. പക്ഷെ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടാ. അന്യായ ടേസ്റ്റ്. പാചകക്കാരി പൊളിച്ച്. ഇത് എണ്ണ ഇല്ലാതെ നമുക്ക് എങ്ങനെ പൊരിക്കാന്നുള്ളതാണ്. അത് മീനിന്റെ ചാറാണ് ഇറങ്ങുന്നത് അല്ലേ. അപ്പൊ എണ്ണയില്ലാതെയും നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാം വാഴയില വെച്ച് അല്ലേ. അതൊക്കെ ഒരു ട്രിക്കാണ്. നേരത്തെ പൊള്ളിച്ചതായിരിക്കും. അത് ചട്ടിയിലിട്ട് വറുത്തെടുക്കും. അങ്ങനെ കുറെ നേരത്തെ പരിണിതഫലമായി നമ്മൾ മീനൊക്കെ പൊരിച്ചെടുത്തു. ടേബിൾ വെച്ച് ഒരാൾ കഴിച്ചു തുടങ്ങി. കണ്ടില്ലേ, മീൻ പൊരിച്ചപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ എത്തിയപ്പോൾ അത്രയ്ക്ക് നല്ല മണവും ഇതൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഇറച്ചിയും അതുമൊക്കെ കഴിക്കുന്നതിൻ്റെ നല്ല ഇത് കണക്ക് മീൻ വാങ്ങിച്ച ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. അടിപൊളിയാണ് കേട്ടോ. ഒരു പ്രത്യേക രസമായിരുന്നു. നമ്മൾ മീനും അപ്പവും മീൻ കറിയും അങ്ങനെയാണ് കഴിച്ചത്. അടിപൊളി. അടിപൊളി.